ചേച്ചി. ശാലിനിയുടെ അസുഖം പരിഗണിച്ച് കസേരയൊക്കെ ഇട്ടിരിക്കുവാണ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കാല് കഴിക്കുമ്പോൾ ഇരിക്കാം, ഇരുന്നിളക്കാം. അപ്പോൾ ഇളക്കാനുള്ളൊരു പുഡിംഗ് ആണോ? കോഫി പുഡിംഗ് പിന്നെ ചോക്ലേറ്റ് സോസ് മേലെ. ഇതിപ്പോൾ എന്താണ് സെറ്റിംഗ് ആണല്ലോ അല്ലേ? ചൈന ഗ്രാസ്, ഫ്രഷ് ക്രീം, പിന്നെ പൗഡർ, കോഫി പൗഡർ, മിൽക്ക് മെയ്ഡ്, ബട്ടർ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് പ്ലസ് കോഫി മിക്സ് ആണ് അല്ലേ? അത് ചോക്ലേറ്റ് സോസ് മേലെ അല്ലല്ല, ഇത് സോസ് ഉണ്ടാക്കാനാണ് അല്ലേ? കോഫി കൊക്കോ പൗഡർ സോസിന്. ആൻഡ് മിൽക്ക് മെയ്ഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്, പഞ്ചസാര ഉണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ വന്നാലും നന്നായി വരും. ശാലി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഫി പുഡിംഗ് ആണ്. പുഡിങ്ങിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഞാൻ ഇപ്പോൾ നെസ്കഫേയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പഞ്ചസാര, ചൈന ഗ്രാസ്, കൊക്കോ ചിപ്സ്, പിന്നെ കൊക്കോ പൗഡർ, മിൽക്ക് മെയ്ഡ്, ബട്ടർ അൺസോൾട്ടഡ്, പിന്നെ ഫ്രഷ് ക്രീം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്യണം വേറൊരു ബൗളിൽ. അര ടിൻ മിൽക്ക് മെയ്ഡാണ് മിക്സ് ചെയ്യേണ്ടത്. നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കി മിക്സ് ചെയ്യാം. നമുക്ക് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. അതിൻ്റെ ഓക്കെ, കുറച്ചുകൂടി മധുരം ഒഴിക്കാം. നമുക്കപ്പോൾ ഇനി കോഫി ഉണ്ടാക്കാം ഫസ്റ്റ്. അപ്പോൾ ആദ്യം വെള്ളം തിളപ്പിച്ച് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര നന്നായി അലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണത്. അല്ലെങ്കിൽ സാധാരണ കാപ്പി ഉണ്ടാക്കുമ്പോൾ എന്തിനായി സ്പൂണൊക്കെ ഇട്ട് ഇളക്കണമെന്ന് ചോദിക്കും. നമുക്കതൊന്നും വേണ്ട. എന്നാലും പഞ്ചസാര അലിഞ്ഞു. ഇനി നെസ്കഫേ കോഫി പൗഡർ ഒരു 2 സ്പൂൺ. നമ്മുടെ കോഫി ആയിട്ടുണ്ട്. ഇനി ചൈന ഗ്ലാസ് നമുക്ക് അലിയിച്ചെടുക്കാം. കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി. ഇനി നമുക്കിത് വേറെ പാനിൽ ഒരു 1/2 കപ്പ് വെള്ളം, അലിയാനുള്ള വെള്ളം ഒഴിച്ചു. ഞങ്ങൾ കുതിർത്തി വെച്ചത് ഇത് ഫുൾ അലിഞ്ഞ് വെള്ളം പോലെ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കോഫിയുടെ നല്ല മണം വരുന്നുണ്ട്. നല്ല ഡിക്കേഷനുള്ള കോഫിയാണ്. സാധനം സിമ്പിളാണ്, പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ കറക്റ്റ് പ്രിപ്പറേഷനിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. നമ്മുടെ ചൈന ഗ്രാസ് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ചെറിയൊരു തരി ഉണ്ടെങ്കിൽ അത് മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും പുഡിങ്ങിൻ്റെ മേലെ. നമുക്കിത് ഓഫ് ചെയ്യാം, ഒന്ന് തണുക്കട്ടെ. കാപ്പിയിൽ നമുക്ക് മധുരവും ഇതെല്ലാം ഓക്കെ ആണോ നോക്കട്ടെ. ചൈന ഗ്രാസ് നമുക്ക് ഈ കോഫിയിലോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അരിക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ മധുരം ഒത്തിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ
കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ കൊണ്ട് അരിച്ച് നമ്മുടെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം. നമുക്കിതിനി അരിച്ചിട്ട് വേറെ ബൗളിലേക്ക് ഒഴിക്കാം. അരിച്ചു. ഇപ്പോൾ നമ്മൾ പക്ക ലിക്വിഡ് മാത്രം, ചൈന ഗ്രാസിൻ്റെ ബാലൻസ്ഡ് ചെറിയ പൊടിയൊക്കെ നമ്മൾ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിൽക്ക് മെയ്ഡും ക്രീമും കൂടി ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മളെല്ലാം മിക്സിങ് എല്ലാം കഴിഞ്ഞു പുഡിങ്ങിൻ്റെ. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ കോഫി പുഡിങ് റെഡിയായി. ഇനി അതിന് മേലെ ഒഴിക്കാൻ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. ആദ്യം അതിന് ബട്ടർ ഒരുക്കണം. നമ്മൾ അപ്പോഴേ വേണ്ട സാധനങ്ങൾ പറയുമ്പോൾ പാല് മറന്നുപോയി. സോസ് ഉണ്ടാക്കാൻ പാല് വേണം. ഞാൻ എന്തോ മറന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എടുത്തപ്പോഴാണ് ഓർമ്മ വന്നത്. ഒരു കപ്പ് പാലെടുത്തിട്ട് ഇനി കൊക്കോ പൗഡർ ഇടണം. നമുക്ക് എത്ര കളർ, ലൈറ്റ് കളർ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ, ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ കൂടുതൽ സ്പൂൺ ഇടുക. ഇപ്പം ഞാൻ 2 സ്പൂൺ ഇടുന്നുള്ളൂ. നന്നായി ഇളക്കുക. ചെറിയ പൊടി പോലും ഇല്ലാണ്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. 2 ടീസ്പൂൺ കൊക്കോയ്ക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്. ഞാൻ ഇരുന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് നമ്മുടെ കോഫി മിക്സ് ഒഴിക്കാം. ഏകദേശം കുറച്ച് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ ജെല്ലി പോലെ. പുഡിങ്ങിൻ്റെ ട്രെയിൽ ഒഴിച്ചു. നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിൽ ഇടയിൽ ഇട്ട് കൊടുക്കാം. ലക്ഷ്മി ചേച്ചിയും കൃഷ്ണേട്ടനും വരുന്നുണ്ട്. എൻ്റെ പുഡിങ് റെഡിയായി. ഇനി സോസും കൂടി റെഡിയാണ്. നമ്മൾ ടൈം കഴിയാറായി. കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. സോസിന് കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഒരു 1-2 മണിക്കൂറാകുമ്പോഴേക്കും സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് കറക്റ്റ് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ട് ചേച്ചിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ഒരുക്കാം. 1 സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട് ഞാൻ. ബട്ടർ ഉരുകി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പാലിൽ ചോക്കോ പൗഡറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് ഒഴിക്കാം. ഇത് നന്നായി കുറുകി നമുക്ക് എത്ര കൊഴുപ്പിൽ വേണോ അതനുസരിച്ച് ഇളക്കി അതുപോലെ ഇതാക്കുക. ഞാൻ അത്തിരി നല്ല തിക്കിൽ തന്നെ എടുക്കുന്നത്. ഇത്തിരി മധുരം കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര എടുത്തിട്ടത്. നമ്മുടെ കോഫി പുഡിംഗ് റെഡിയായി. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ വെച്ചിട്ട് വെറുതെ ഡെക്കറേറ്റ് ചെയ്തിരുന്ന മേലെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം.
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കുറുകി വരണം. കുറുകി ഒന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ, തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കി നന്നായി തണുത്തിട്ട് വേണം, നന്നായി തണുപ്പിച്ചിട്ട് വേണം. അതായത് പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായി തണുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഇതും നന്നായി തണുപ്പിച്ചിട്ട് വേണം അതിന് മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ ഈ ഒരു ഇതിലെടുക്കുന്നത്. ഇത് നന്നായി തണുപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കി. ഇനി നമുക്കത് ചേച്ചിക്ക് ജഡ്ജ്മെൻറ്റിന് കൊടുക്കാൻ പോകുമ്പോൾ ആ പുഡിങ്ങിൻ്റെ മേലെ സോസ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.